അപ്പോൾ ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂൾ. നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ദ ക്ലാസിക്കൽ തിയറീസ് ആയിരുന്നു. അതായത് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് തന്നെയായിരുന്നു ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ പഠിച്ചത്. ഇനി പഠിക്കാനുള്ള ടോപ്പിക്ക് മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂൾ, ആധുനിക സംഘർഷ സിദ്ധാന്തങ്ങൾ. സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തയെയാണ് കേട്ടോ. ഇവിടെ സ്ട്രക്ചറൽ ഫങ്ഷണാലിസത്തെയും ക്ലാസിക്കൽ മാർക്സിസത്തെയും അതിന്റെ ലിമിറ്റേഷൻസുകളെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറി ഡെവലപ്പ് ചെയ്തത്. അതേപോലെ തന്നെ ഇൻ എക്സ്പ്ലെയിനിങ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതേപോലെ തന്നെ എന്താണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറിയിലൂടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതായത് ഇവിടെ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതായത് ആധുനിക വ്യവസായങ്ങളെ വിശദീകരിക്കുന്നതിലൂടെയാണ് മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നത്. ക്ലാസിക്കൽ മാർക്സിസത്തെയും സ്ട്രക്ചറൽ ഫങ്ഷണാലിസത്തെയും വിമർശിക്കുന്നത്. ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ആധുനിക വ്യാവസായിക സമൂഹങ്ങളെ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി മാർക്സിസത്തെയും സ്ട്രക്ചറൽ ഫങ്ഷണാലിസത്തെയും അതിന്റെ പരിമിതികൾക്ക് പ്രതികരണമായാണ് റെസ്പോൺസ് ആയിട്ടാണ് ഏത് രൂപം കൊണ്ടത്? മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അടുത്തത് എന്താ ഇത് പറയുന്നത്? Ralph Dahrendorf is a key figure in this school. അതേപോലെ തന്നെ ഈ സമീപനത്തിന്റെ പ്രധാന പ്രതിനിധിയായാണ് ആരെ കാണുന്നത്? റാൽഫ് ഡാരൻഡോർഫ്. റാൽഫ് ഡാരൻ is a key figure in the school. ഈ മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറിയുടെ പ്രധാനപ്പെട്ട വക്താവായിട്ട് അറിയപ്പെടുന്നത് റാൽഫ് ഡാരൻഡോർഫ് ആണ്. He argued that neither Marxism nor functionalism adequately explain social conflict in contemporary democracy. അതേപോലെ തന്നെ റാൽഫ് ഡാരൻഡോർഫിന്റെ അഭിപ്രായത്തില് എന്താണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്? He argued that neither Marxism nor functionalism adequately explain social conflict in contemporary democracy. അതായത് സമകാലീന ജനാധിപത്യ സമൂഹങ്ങളിൽ ഒരു കണ്ടംപററി ഡെമോക്രസി എന്നാൽ സമകാലീനമായ ജനാധിപത്യ സമൂഹങ്ങളിൽ സാമൂഹ്യ സംഘർഷങ്ങളെ വിശദീകരിക്കാൻ മാർക്സിസത്തിനും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണാലിസവും മതിയാവില്ലെന്ന് ആര് വാദിച്ചു? റാൽഫ് ഡാരൻഡോർഫ് വാദിച്ചു.
അപ്പോ മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂൾ ആരാ ഡെവലപ്പ് ചെയ്തത്? റാൽഫ് ഡാറോഫ്. അദ്ദേഹം എന്താണ് ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്? ഹി ആർഗ്യൂഡ് ദാറ്റ് നെയ്തർ മാർക്സിസം നോർ ഫങ്ഷണാലിസം adequately explain social conflict in contemporary democracy. അതായത് ഒരു സമകാലീന ജനാധിപത്യ സമൂഹത്തിൽ സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏതിനു സാധിക്കില്ല? മാർക്സിസത്തിനും ഫങ്ഷണാലിസത്തിനും സാധിക്കില്ല എന്ന് ആര് വ്യക്തമാക്കി? റാൽഫ് ഡാരൻഡോർഫ് വ്യക്തമാക്കി. ഇപ്പൊ റാൽഫ് ഡാരൻഡോർഫ് ആണ് മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂളിന് രൂപം കൊടുത്തത്. അദ്ദേഹം പറയുകയാണ് ഈ മാർക്സിസത്തിനും മാർക്സിസത്തിന്റെ ആശയങ്ങൾക്കും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണാലിസത്തിനും എന്തിനു സാധിക്കില്ല? സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ വിശദീകരിക്കാൻ ഈ സമകാലീന ജനാധിപത്യ സമൂഹത്തിൽ സാധിക്കില്ലെന്ന് ആര് വ്യക്തമാക്കി? റാൽഫ് ഡാറൻഡോർഫ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? റാൽഫ് ഡാരൻഡോർഫ്. അപ്പൊ റാൽഫ് ഡാരൻഡോർഫ് വ്യക്തമാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. And then, unlike Max, Dahrendorf emphasized that conflict arises not only from ownership of property, but mainly from authority relation embodied in social institution. അതേപോലെ പിന്നെന്താ ഇവിടെ പറയുന്നത്? മാക്സിനേക്കാൾ വ്യത്യസ്തമായി ഡാരൻഡോർഫ് മാക്സിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇവിടെ അതായത് നോട്ട് ഓൺലി ഫ്രം ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. അതിന് പറഞ്ഞാൽ എന്താണ്? അതായത് മാക്സിനേക്കാൾ വ്യത്യസ്തമായി സ്വത്ത് ഉടമസ്ഥതയിൽ നിന്നല്ല, മറിച്ച് സാമൂഹ്യ സ്ഥാപനങ്ങളിലെ അധികാര ബന്ധങ്ങളിൽ നിന്നാണ് സംഘർഷം ഉണ്ടാകുന്നതെന്ന് ആര് വ്യക്തമാക്കി? റാൽഫ് ഡാരൻഡോർഫ് വ്യക്തമാക്കി. ഒരിക്കലും ഒരു ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ നിന്നല്ല കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുന്നത്. കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുന്നത് അതോറിറ്റി റിലേഷൻ എന്താ? അധികാര ബന്ധങ്ങളിൽ നിന്നാണ്. സാമൂഹികമായിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളിലെ അധികാര ബന്ധങ്ങളിൽ നിന്നാണ്, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അതോറിറ്റി റിലേഷനിൽ നിന്നാണ് കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുന്നത്. അല്ലാതെ മാക്സ് പറയുന്നത് പോലെ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ നിന്നല്ല കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുന്നത് എന്ന് ആര് വ്യക്തമാക്കി തന്നു? ഡാരൻഡോർഫ് വ്യക്തമാക്കി. ഡാരൻഡോർഫ് എന്താ ഇവിടെ? അപ്പൊ ഒരു സത്യത്തിൽ ഇവിടെ ഡാരൻഡോർഫ് ആരെ വിമർശിക്കുകയാണ്? റാൽഫ് ഡാരൻഡോർഫ് മാക്സിനെ വിമർശിക്കുകയാണ്. കാറൽ മാക്സിനെ വിമർശിക്കുക ചെയ്യുന്നത് ഏത് തിയറിയിലൂടെ?
സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് എന്നാണ് ആരുടെ കാഴ്ചപ്പാട്? ഡാരൻട്രോപ്പിന്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ അദ്ദേഹം പിന്നീട് എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? He defined social classes as organized or unorganized group sharing common interest arising from position of authority. അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം പറയാണ്, അധികാര ഘടനകളിൽ നിന്നുണ്ടാകുന്ന പൊതുവായ താല്പര്യങ്ങൾ പങ്കിടുന്ന ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്, സംഘടിതമോ അസംഘടിതമോ ആയ കൂട്ടങ്ങളെയാണ് സാമൂഹിക വർഗങ്ങളായി അദ്ദേഹം നിർവചിച്ചത്. He defined as social classes. social class എന്ന് പറഞ്ഞാൽ സാമൂഹിക വർഗങ്ങൾ. സാമൂഹിക വർഗങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? social class as organized or unorganized group sharing common interest arising from position of authority. അതായത് അധികാര ഘടനകളിൽ നിന്നുണ്ടാകുന്ന പൊതുവായ താല്പര്യങ്ങൾ പങ്കിടുന്ന, അധികാര ഘടനയിൽ നിന്ന് അതോറിറ്റി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അധികാര ഘടന. അപ്പൊ അധികാര ഘടനയിൽ നിന്നും ഉണ്ടാകുന്ന പൊതുവായ താല്പര്യങ്ങൾ പങ്കിടുന്ന സംഘടിതമോ അസംഘടിതമോ ആയ ഓർഗനൈസ്ഡോ അൺഓർഗനൈസ്ഡോ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകളെയാണ് അദ്ദേഹം എന്തായി നിർവചിച്ചത്? സാമൂഹിക വർഗം, സോഷ്യൽ ക്ലാസസ് എന്ന് നിർവചിച്ചത്. അപ്പൊ സോഷ്യൽ ക്ലാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സംഘടിതമോ അസംഘടിതമോ ആയിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് ഡാരൻട്രോപ്പ് എന്തായിട്ട് നിർവചിച്ചത്? സോഷ്യൽ ക്ലാസുകളായിട്ട് നിർവചിച്ചത്. അതായത് ഇവിടെ പറയുന്നുണ്ട്, അധികാര ഘടനകളിൽ നിന്നുണ്ടാകുന്ന പൊതുവായ താല്പര്യങ്ങൾ പങ്കിടുന്ന സംഘടിതമോ അസംഘടിതമോ ആയ കൂട്ടങ്ങളെയാണ് അദ്ദേഹം സാമൂഹ്യ വർഗങ്ങളായി നിർവചിച്ചത്. He distinguished between the command class. Command class എന്താ? Those with authority. And the obey class. Those without authority. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവയെ തരംതിരിച്ചത് എങ്ങനെയാണെന്ന്, സോഷ്യൽ ക്ലാസിനെ രണ്ട് രീതിയിൽ ഡിസ്റ്റിങ്ഷ്ഡ് എന്താ തരംതിരിച്ചു. സോഷ്യൽ ക്ലാസിനെ അദ്ദേഹം രണ്ട് രീതിയിൽ തരംതിരിച്ചു. കമാൻഡ് ക്ലാസ് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ ആജ്ഞാന നിർദ്ദേശ വർഗം, ആജ്ഞ അനുസരിക്കുന്ന വർഗമാണ് ഏത്? കമാൻഡ് ക്ലാസ്, അഥവാ ദോസ് വിത്ത് അതോറിറ്റി എന്ന് പറയും. അതേപോലെ ഒബേ ക്ലാസ്, ദോസ് വിത്തൗട്ട് അതോറിറ്റി. അതായത് ഒബേ ക്ലാസ് പറഞ്ഞാൽ അനുസരണ വർഗം, ആജ്ഞാന വർഗമെന്നും അനുസരണ വർഗമെന്നും. കമാൻഡ് ക്ലാസ് എന്നും ഒബേ ക്ലാസ് എന്നും രണ്ട് രീതിയിൽ അദ്ദേഹം എന്തിനെ തരംതിരിച്ചു? സോഷ്യൽ ക്ലാസിനെ തരംതിരിച്ചു. അപ്പോ സോഷ്യൽ ക്ലാസിനെ ഈ ഡാർട്രോഫ് രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. കമാൻഡ് ക്ലാസ് എന്നും ഒബേ ക്ലാസ് എന്നും. കമാൻഡ് ക്ലാസ് പറഞ്ഞാൽ ദോസ് വിത്ത് അതോറിറ്റി, ഒബേ ക്ലാസ് പറഞ്ഞാൽ എന്താ? ദോസ് വിത്തൗട്ട് അതോറിറ്റി. എന്നിട്ട് അദ്ദേഹം വ്യക്തമാക്കുകയാണ്, however, എന്നിരുന്നാലും, since authority position can change across situation, he preferred using the term strata rather than rigid class category, seeing class as a dynamic social phenomenon. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താ? എന്നാൽ അധികാര സ്ഥാനങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറിയിരുന്നതിനാൽ സ്ഥിരമായ വർഗങ്ങളെക്കാൾ സ്ട്രാറ്റ എന്ന പദം ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമുക്കറിയാം, അധികാര സ്ഥാപനങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നത് കൊണ്ട് അതോറിറ്റി പൊസിഷൻ ക്യാൻ ചേഞ്ച് അക്രോസ് സിറ്റുവേഷൻ. സാഹചര്യങ്ങൾക്കനുസരിച്ച് അധികാരത്തിന്റെ പൊസിഷൻ മാറുന്നത് കൊണ്ട് സ്ഥിരമായ വർഗങ്ങളെക്കാൾ എപ്പോഴും എന്തുപയോഗിക്കാം? സ്ട്രാറ്റ. സ്ട്രാറ്റ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഉചിതമെന്ന് ആര് കരുതി? ഡാർട്രോഫ് വിശ്വസിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? അതിനാൽ റിജിഡ് ക്ലാസ് കാറ്റഗറി സീയിങ് ക്ലാസ് ആസ് എ ഡൈനാമിക് സോഷ്യൽ ഫിനോമിനൻ. അതിനാൽ വർഗത്തെ അദ്ദേഹം ചലനാത്മകമായ ഒരു സാമൂഹ്യ പ്രതിഭാസമായി കണ്ടു. അതുകൊണ്ട് അദ്ദേഹം ക്ലാസിനെ എങ്ങനെയാണ് കണ്ടേ? ഡൈനാമിക് സോഷ്യൽ ഫിനോമിനൻ. ഡൈനാമിക് എന്താ? ചലനാത്മകത. ചലനാത്മകമായിട്ടുള്ള സാമൂഹിക പ്രതിഭാസമായി അദ്ദേഹം ഏതിനെ കണ്ടു? ക്ലാസിനെ കണ്ടു.
അദ്ദേഹം പറയാണ് ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് our since authority position can change across situations. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാവുന്നതാണ് എന്ത് അധികാര സ്ഥാനങ്ങൾ. എപ്പോഴും അധികാര സ്ഥാനങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അതുകൊണ്ട് തന്നെ സ്ഥിരമായ വർഗങ്ങളെക്കാൾ എപ്പോഴും നല്ലത് ഏത് പദമാണ്? സ്ട്രാറ്റ എന്ന പദമാണ്. അതിനാൽ വർഗത്തെ അദ്ദേഹം എങ്ങനെയാണ് ചൂണ്ടിക്കാണിച്ചത്? റിജിഡ് ക്ലാസ് കാറ്റഗറി. അതിനാൽ വർഗത്തെ അദ്ദേഹം ഒരു റിജിഡ് ക്ലാസ് കാറ്റഗറി ആയി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ക്ലാസ് എപ്പോഴും എങ്ങനെയാണ്? ഡൈനാമിക് ആണ്, ഒരു ചലനാത്മകമായ സാമൂഹിക പ്രതിഭാസമാണ്. ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡൈനാമിക് സോഷ്യൽ ഫിനോമിനൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പാരഗ്രാഫിലൂടെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നത്. അടുത്തത് തേർഡ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. Another important contributor is Gerhard Lansky, who propounded conflict theory by focusing on power, privilege and prestige rather than only economic class. സംഘർഷ സിദ്ധാന്തത്തിലെ മറ്റൊരു പ്രധാന പണ്ഡിതനായിരുന്നു ഗെർഹാർഡ് ലെൻസ്കി. ഗെർഹാർഡ് ഇനി വേറൊരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ് ടീച്ചറോട് പറയുന്നത്. അനദർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടർ ഈസ് ഗെർഹാർഡ് ലെൻസ്കി. അതേപോലെ തന്നെ ആധുനിക സംഘർഷ സിദ്ധാന്തത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആണ് ഗെർഹാർഡ് ലെൻസ്കി. അദ്ദേഹം എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? അദ്ദേഹം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഹു ബ്രോഡൻഡ് കോൺഫ്ലിക്ട് തിയറി ബൈ focusing on power, privilege and prestige rather than only economic class. അദ്ദേഹം സാമ്പത്തിക വർഗത്തെ മാത്രമല്ല അധികാരം, അതേപോലെ തന്നെ പ്രിവിലേജ്, പ്രിസ്റ്റേജ് എന്നിവയും സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്ന് ആര് ചൂണ്ടിക്കാണിച്ചു? ഗെർഹാർഡ് ലെൻസ്കി. അദ്ദേഹം ഗെർഹാർഡ് ലെൻസ്കി എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ്, അദ്ദേഹം ഒരു മോഡേൺ കോൺഫ്ലിക്ട് തോട്ടിസ്റ്റ് ആണ്, ഒരു ആധുനിക സംഘർഷ സിദ്ധാന്തജ്ഞനാണ്. അദ്ദേഹം പറയുകയാണ് ഒരു എക്കണോമിക് സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക വർഗം മാത്രമല്ല കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നത്. പവറും പ്രിവിലേജും പ്രിസ്റ്റേജും ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഓഫ് മോഡേൺ സൊസൈറ്റി. മാത്രല്ല ഇതിലൂടെ ആധുനിക സംഘർഷ സിദ്ധാന്തങ്ങൾ അധികാരം വൈവിധ്യമാർന്നതും ചലനാത്മകമായതും വിവിധ സാമൂഹ്യ സ്ഥാപനങ്ങളിലായി വിതരണം ചെയ്യപ്പെടുന്നതുമായി ഒന്നായി കാണുന്നു. അങ്ങനെ മോഡേൺ കോൺഫ്ലിക്ട് തിയറിയെ എങ്ങനെ കാണുന്നത്?
മോഡേൺ കോൺഫ്ലിക്ട് തിയറി ഏതൊക്കെ രീതിയിലാണ് മോഡേൺ കോൺഫ്ലിക്ട് തിയറിയെ കാണുന്നത്? നെഫ്റ്റ് പവർ ഓഫ് ഡൈവേഴ്സ്. പവർ ഓഫ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം. ഡൈവേഴ്സ് പറഞ്ഞാൽ വൈവിധ്യം. പവർ ഓഫ് ഡൈവേഴ്സ് പറഞ്ഞാല് അധികാരത്തെ വൈവിധ്യമായും ഡൈനാമിക് പറഞ്ഞാൽ എന്താ? ചലനാത്മകമായും പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് അതേപോലെ തന്നെ വിതരണമായും അത്തരത്തിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളിലായി വിതരണം ചെയ്യപ്പെടുന്ന ഒന്നുമായിട്ടാണ് ഇതിനെ കാണുന്നത്? മോഡേൺ കോൺഫ്ലിക്റ്റിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോ ഈ മോഡേൺ കോൺഫ്ലിക്ട് തിയറി രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗെർഹാർഡ് ലെൻസ്കി ആണ്. അദ്ദേഹം കോൺഫ്ലിക്റ്റിന് കാരണം എന്തായിട്ടാ പറയുന്നത്? സാമ്പത്തിക എക്കണോമിക് ക്ലാസ് മാത്രമല്ല, പവറും പ്രിവിലേജും പ്രിസ്റ്റേജും ഒക്കെ എന്തിനു കാരണമാണെന്നാ പറയുന്നത്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന് കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല അധികാരങ്ങളോടും വിഭവങ്ങളോടും, അതായത് പവർ ആൻഡ് റിസോഴ്സസ്, പവറും അതേപോലെ തന്നെ വിഭവങ്ങളും ബന്ധപ്പെട്ട സിമിലർ സിറ്റുവേഷനുകളിൽ നിൽക്കുന്ന വ്യക്തികളുടെ കൂട്ടമായാണ് അദ്ദേഹം എന്തിനെ നിർവചിച്ചത്? വർഗത്തെ നിർവചിച്ചത്. മാത്രമല്ല മോഡേൺ കോൺഫ്ലിക്ട് തിയറി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മോഡേൺ കോൺഫ്ലിക്ട് തിയറിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പവർ ഓഫ് ഡൈവേഴ്സ് ആയിരിക്കും. അധികാരം വൈവിധ്യമാർന്നതായിരിക്കും, ഡൈനാമിക് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതിനെയാണ് മോഡേൺ കോൺഫ്ലിക്ട് തിയറി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാണ് ആരുടെ അഭിപ്രായം? ഗെർഹാർഡ് ലെൻസ്കിയുടെ അഭിപ്രായം. ഇത് വെറും തിയറിയാണ് കുട്ടികളെ. നമുക്ക് പുറത്തേക്ക് വന്ന് എക്സാമ്പിൾ ആയിട്ട് ഒന്നും പറയാനില്ല. ഓരോ ചിന്തകന്മാരുടെ ചിന്തകളാണ്. ഈ ചിന്തകളെ മാക്സിമം ഞാൻ ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റിൽ പറയുന്നുണ്ട്. അതിനെ കഴിയുന്നത്ര ഷോർട്ട് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ബോർഡുമ്പോൾ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ പരമാവധി നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുക്കുക. ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ് വെക്കുമ്പോൾ ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂളിൽ നമുക്ക് മനസ്സിലാക്കി തരാനുള്ളത്. അപ്പോൾ മാർക്സിസത്തിന്റെ ആശയങ്ങളെ എതിർക്കുന്നതാണ് ഏത്? മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറി. കാറൽ മാർക്സിന്റെ ആശയങ്ങളെ വിമർശിക്കുകയാണ് ഏതില് ചെയ്യുന്നത്? മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറിയിൽ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ ആശയങ്ങളാണ് ഇതിൽ വരുന്നത്. ആരൊക്കെയാണ്? റാൽഫ് ഡെർണോൺട്രോഫും അതേപോലെ തന്നെ ഗെർഹാർഡ് ലെൻസ്കിയുടെയും ആശയങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എടുക്കാനുള്ള മറ്റൊരു ടോപ്പിക് എലൈറ്റ് തിയറിയാണ്. എലൈറ്റ് തിയറി അതേപോലെ തന്നെ റീസെന്റ് ട്രെൻഡിങ് കോൺഫ്ലിക്റ്റ് തിയറി. ഈ രണ്ട് ടോപ്പിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ 4th യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ് എലൈറ്റ് തിയറി. അപ്പോൾ നമ്മൾ മോഡേൺ കോൺഫ്ലിക്റ്റ് തിയറി പഠിച്ചു. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ് ഈ എലൈറ്റ് തിയറി. കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എലൈറ്റ് തിയറി എന്ന് പറയുമ്പോൾ ആധുനിക മോഡേൺ ആയിട്ട് തന്നെ പുതിയ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എലൈറ്റ് തിയറിയിൽ അനലൈസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് കേട്ടോ എലൈറ്റ് തിയറി. അപ്പൊ കുട്ടികളെ അതിലെ ആ പേജ് 48 വരുന്ന ആ 2 പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ ഷോർട്ടായി എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് എലൈറ്റ് തിയറിയിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. The elite theory explains social stratification and power earlier by arguing that every society is ruled by a small minority called the elite. അതായത് എലൈറ്റ് തിയറിയില് The elite theory explains social stratification and power relation by arguing that every society is ruled by a small minority called the elite. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും അതേപോലെ തന്നെ എന്താണ് പവർ അധികാരവും വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഏത്? എലൈറ്റ് സിദ്ധാന്തം. എലൈറ്റ് തിയറി എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പവർ. എലൈറ്റ് തിയറിയിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചും പവർ എന്ന് പറഞ്ഞാൽ ശക്തി, അധികാരം എന്ന് പറയും. സാമൂഹിക വർഗീകരണം അഥവാ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചും പവറിനെ കുറിച്ചും വിശദീകരിക്കുന്ന ഒരു തിയറി ആയിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? എലൈറ്റ്. എലൈറ്റ് തിയറി എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പവർ റിലേഷൻ by arguing that every society is ruled by a small minority called the elite.
എല്ലാ സമൂഹങ്ങളിലും ഒരു ചെറിയ ന്യൂനപക്ഷം ആളുകളെ എലൈറ്റ് വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ arguing that every society is ruled by a small authority called the elite. ഒരു സമൂഹത്തിലെ സ്മാൾ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ന്യൂനപക്ഷ സമൂഹങ്ങളെ. അപ്പോ സ്മാൾ മൈനോറിറ്റിയെയാണ് എന്തായിട്ട് ഇവിടെ പറയുന്നത്? എലൈറ്റ് എന്ന് പറയുന്നത്. എലൈറ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പവർ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും പവറുമാണ് എലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി എലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സമൂഹങ്ങളിലും ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെ എലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെ എന്താ വിളിക്കുക? എലൈറ്റ് എന്നാണ് വിളിക്കുക. സ്മാൾ മൈനോറിറ്റി കാൾഡ് ദ എലൈറ്റ്. അപ്പൊ സ്മാൾ മൈനോറിറ്റിയാണ് ഏത് പേരിൽ അറിയപ്പെടുക? എലൈറ്റ് എന്നറിയപ്പെടുക കേട്ടോ. The theory is mainly associated with Wilfredo Pareto and later developed by scholars like അതേപോലെ തന്നെ ഗൈറ്റാനോ മോസ്കോ ആൻഡ് റോബർട്ട് മിച്ചൽ. ഈ തിയറി ആരൊക്കെയാണ് വികസിപ്പിച്ചത്? വിൽഫ്രാഡോ പാരറ്റോ ആണ് ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താവ്. പിന്നീട് ഗൈറ്റാനോ മോസ്കോ മോസ്കോയും റോബർട്ട് മിച്ചലും ഇതിനെ വികസിപ്പിച്ചു. അപ്പൊ എലൈറ്റ് തിയറി ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് വിൽഫ്രാഡോ പാരറ്റോ എന്ന സ്കോളറാണ്. അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്തത് ആരൊക്കെ ചേർന്ന ലിംഗ
പഠിച്ചിരുന്നത്? Elite and replaced by new one either through free or by absorbing potential challenges. സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് എലൈറ്റിന്റെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് വഴിയാണ്. അപ്പൊ സാമൂഹികമായ മാറ്റം സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നത് സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഏത് വഴിയാണെന്നാ പറയുന്നത്? സർക്കുലേഷൻ ഓഫ് എലൈറ്റ്. സർക്കുലേഷൻ ഓഫ് എലൈറ്റിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ എന്തുണ്ടാവുന്നത് എന്നാ പറയുന്നത്? സാമൂഹിക മാറ്റം സംഭവിക്കുന്നത്. സോഷ്യൽ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ആണ് എന്നാണ് ആര് വാദിച്ചത്? പെരറ്റോ. പെരറ്റോ പറയുന്നുണ്ട് എന്ത്? എലൈറ്റ് എന്നത് ഒരു ഗ്രൂപ്പിലോ സൊസൈറ്റിയിലോ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നവരെയാണ് എലൈറ്റ് എന്ന് പറയുക. ഇനി സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ഉണ്ടാകാനുള്ള കാരണം സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് ഏതിലൂടെയാണ്? എലൈറ്റിന്റെ സർക്കുലേഷനിലൂടെ. സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ആണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് എന്നാണ് ആര് വാദിക്കുന്നത്? പെരറ്റോ. അപ്പോൾ സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് സർക്കുലേഷൻ എലൈറ്റ് വഴിയാണ്. സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്? സർക്കുലേഷൻ ഓഫ് എലൈറ്റ് വഴിയാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് എന്ന് ആര് വാദിച്ചു? വിൽഫ്രാഡോ പെരറ്റോ. അതേപോലെ പിന്നെ എന്താ പറയുന്നത്? ഓൾഡ് എലൈറ്റ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺ. പഴയ എലൈറ്റുകളെ ശക്തി പ്രയോഗത്തിലൂടെയോ അതേപോലെ തന്നെ എതിരാളികളെ സ്വന്തം കൂട്ടത്തിലെ ഉൾപ്പെടുത്തിക്കൊണ്ടോ പുതിയ എലൈറ്റുകളാൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. പഴയതിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്തുകൊണ്ടോ പഴയ എലൈറ്റുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടോ പഴയ എലൈറ്റുകളെ എന്ത് ചെയ്യുക? പുതിയതിലേക്ക് മാറ്റപ്പെടുത്തിയോ അതേപോലെ തന്നെ സ്വന്തം എതിരാളികളെ സ്വന്തം കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ എലൈറ്റുകൾ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് ആര് വാദിക്കുന്നുണ്ട്?
പറയുന്നത് ഒരിക്കലും സ്ട്രെങ്ത് ആവാം, അല്ലെങ്കിൽ ഏജ് ആവാം, അല്ലെങ്കിൽ സെക്സ്വൽ ആയിരിക്കാം. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു നോർമലി സമൂഹത്തിൽ നടക്കുന്ന ഒരു ടെൻഡൻസി ആണ് എന്നാണ് ആര് വാദിക്കുന്നത്? വിൽഫ്രാഡോ പാരറ്റോ. അതുകൊണ്ട് തന്നെ പാരറ്റോയുടെയും കാറൽ മാർക്സിന്റെയും ആശയങ്ങൾ പരസ്പരം എങ്ങനെയാണ്? ഒരു വിരുദ്ധമാണ് എന്നാ പറയുന്നത്. പരസ്പരം രണ്ടു കൂട്ടരുടെയും ആശയങ്ങൾ. If conflict theory therefore considered diametrically opposed Marxian theory. Marxian theory നിന്നും ഓപ്പോസിറ്റ് ആയിട്ടാണ്, വിരുദ്ധമായിട്ടാണ് ആരുടെ തിയറി നിലകൊള്ളുന്നത്? വിൽഫ്രാഡോ പാരറ്റോയുടെ തിയറി നിലകൊള്ളുന്നത്. ഏകദേശം നിങ്ങൾക്ക് എലൈറ്റ് എന്താണ്, പുതിയ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുന്നതാണ് എലൈറ്റ് തിയറി. അത് സമൂഹത്തിലും അതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പിലും സൊസൈറ്റിയിലൊക്കെ നിലകൊള്ളുന്ന പുതിയ ആശയങ്ങളെയാണ് എലൈറ്റ് തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് അതിന്റെ മറ്റൊരു, അതായത് പേജ് നമ്പർ 49 അതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Elite theories to explain power and domination through the role of elites in society. Lenski, drawing from Pareto, identified 4 ideal type of elite based on their innate nature. അതായത് എലൈറ്റ് സിദ്ധാന്തം, ഇവിടെ ശ്രദ്ധിക്കൂ. എലൈറ്റ് തിയറീസ് എക്സ്പ്ലെയിൻ. എലൈറ്റ് തിയറി എന്താണ് ഇവിടെ വിശദീകരിക്കുന്നത്? സമൂഹത്തിലെ അധികാരവും ആധിപത്യവും എലൈറ്റ് വിശദീകരിക്കുന്നതാണ്. എലൈറ്റ് തിയറിയിലൂടെ വിശദീകരിക്കപ്പെടുന്നു. എലൈറ്റ് തിയറി എക്സ്പ്ലെയിൻ പവർ ആൻഡ് ഡോമിനേഷൻ. എലൈറ്റ് തിയറിയുടെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പവറും അതേപോലെ തന്നെ ഡോമിനേഷനും, അധികാരവും ആധിപത്യവും. എലൈറ്റ് തിയറി എക്സ്പ്ലെയിൻ പവർ ആൻഡ് ഡോമിനേഷൻ ത്രൂ ദ റോൾ ഓഫ് എലൈറ്റ് ഇൻ സൊസൈറ്റി. ഒരു എലൈറ്റ് സമൂഹത്തിലെ എലൈറ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പവറും ഡോമിനേഷനുമാണ്. അതേപോലെ തന്നെ ലെൻസ്കി, ഡ്രോവിംഗ് ഫ്രം പാരറ്റോ, ഐഡന്റിഫൈഡ് ടൈപ്സ് ഓഫ് എലൈറ്റ്. അതായത് ലെൻസ്കി പാരറ്റോയുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി 4 രീതിയിൽ തരംതിരിച്ചു എന്നാ പറയുന്നത്. വിൽഫ്രാഡോ പാരറ്റോയുടെ ആശയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ലെൻസ്കി എലൈറ്റ് തിയറിയെ 4 രീതിയിൽ തരംതിരിച്ചു. ഏതൊക്കെയാണ് നോക്കിക്കോളൂ. ഏതൊക്കെ തരത്തിലുള്ള എലൈറ്റുകളാ? കൺസീവ് എലൈറ്റ്, അതായത് ഇവിടെ കർസീവ് എലൈറ്റ്. കർസീവ് എലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ?
ഈ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ലയൺസ്. ലയന്റെ സ്വഭാവമായിരിക്കും ഒരു ആധിപത്യ സ്വഭാവം. ലയന്റെ ക്യാരക്ടർ എന്താ? സിംഹത്തിന്റെ ക്യാരക്ടർ എന്താണ്? കിങ് ഓഫ് ദ ഫോറസ്റ്റ് അല്ലേ? കാട്ടിലെ രാജാവാണ് ലയൻ. അതുപോലത്തെ ഒരു രീതിയായിരിക്കും കൊർസീവ് എലൈറ്റ് എന്നാൽ. അതായത് ദ ക്യാരക്ടർ ഓഫ് ലയൺ. ഇവിടെ ക്യാരക്ടർ ആരുടെ കാണിക്കുക? ലയന്റെ ആണ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. വളരെ റിസ്ക് പിടിച്ചൊരു തിയറിയാണ്. അതായത് എന്നാൽ എളുപ്പമാണ്, മനസ്സിലാക്കിയാൽ മതി. അതായത് എലൈറ്റ് തിയറിയെ, വിൽഫ്രാഡോ പാരറ്റോയുടെ എലൈറ്റ് തിയറിയെ ലെവൻസ്കി 4 രീതിയിലാണ് തരംതിരിച്ചത്. 4 ടൈപ്സ് എന്നാ പറയണത്. അതിൽ ഫസ്റ്റ് വൺ കൊർസീവ് എലൈറ്റ്. കൊർസീവ് എലൈറ്റ് പറഞ്ഞ ബലപ്രയോഗത്തിലുള്ള എലൈറ്റുകൾ. അതിന് എക്സാമ്പിൾ ആണ് ആരുടെ ക്യാരക്ടർ ആവും? ലയൺ, സിംഹത്തിന്റെ സ്വഭാവം അവിടെ കാണിക്കുക. അതേപോലെ ഹൂ റൂൾ ത്രൂ ഫോഴ്സ്. അതേപോലെ തന്നെ പിന്നെന്താണ്? റൂൾ ത്രൂ ഫോഴ്സ്. അടുത്ത സ്വഭാവം എങ്ങനെ കാണിക്കുന്നത്? റൂള് ത്രൂ ഫോഴ്സ്, ശക്തി ഉപയോഗിച്ചുള്ള അപ്പോ വിൽഫ്രാഡോ പാരറ്റോയുടെ എലൈറ്റിനെ ലെവൻസി 4 രീതിയിൽ തരംതിരിച്ചു. കർസീവ് എലൈറ്റ് എന്നും, റൂൾ ത്രോ ഫോഴ്സ് എന്നും, ഇൻഡ്യൂസിങ് എലൈറ്റ് എന്നും, അതേപോലെ സ്ട്രാറ്റജി ആൻഡ് മാനിപ്പുലേഷൻ എന്നും, എക്സ്പെർട്ട് എലൈറ്റ് എന്നും. ഈ ഒരു രീതിയിൽ ആര് തരംതിരിച്ചു? പിന്നെ ലെവൻസ്കി ഈ എലൈറ്റിനെ തരംതിരിച്ചതായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതേപോലെ ഹൂ റൂൾ ത്രൂ നോളജ് ആൻഡ് സ്കിൽ ആൻഡ് കമാൻഡിങ് എലൈറ്റ്. നോളജ് ആൻഡ് സ്കിൽ ആൻഡ് കമാൻഡിങ് എലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആരാ വരുന്നത്? ബിയറാ വരുന്നത്, കരടിയാണ് വരുന്നത്. ഹൂ എക്സൈസ് അതോറിറ്റി ആൻഡ് ലീഡർഷിപ്പ്. അതേപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള രീതി അതോറിറ്റിയെയും ലീഡർഷിപ്പിനെയും ഒക്കെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ 4 രീതിയിലൂടെയാണ് ഇവിടെ ലെവൻസ്കി തരംതിരിച്ചത്. കൊർസീവ് എലൈറ്റ് ആയിട്ടും റൂൾ ത്രൂ ഫോഴ്സ് ആയിട്ടും. ഈ റൂൾ ത്രൂ ഫോഴ്സും ഇൻഡ്യൂസിങ് എലൈറ്റും വരിക ഫോക്സിലാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ട്രാറ്റജി ആൻഡ് മാനിപ്പുലേഷൻ എക്സ്പെർട്ട് എലൈറ്റ് ഔളിൽ വരും. റൂൾ ത്രൂ നോളജ് ആൻഡ് സ്കിൽ ആൻഡ് കമാൻഡിങ് എലൈറ്റ് ബിഹേവിയർസിലും വരും. ഇങ്ങനെ 4 രീതിയിലാണ് എലൈറ്റിനെ ആര് തരംതിരിച്ചത്? ലെവൻസ്കി തരംതിരിച്ചത്. അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്തതാണ് പിന്നെന്താ അവിടെ പറയുന്നത്? ശ്രദ്ധിക്കൂ. There are ideal type and may overlap in real situation. A single individual can perform multiple alike
റോൾ സ്റ്റിമുലേറ്റസ്ലി. അതേപോലെ തന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിലുള്ള വെബറിന്റെ ഐഡിയൽ ടൈപ്പ് ആയതിനാൽ യാഥാർത്ഥ്യത്തിൽ പരസ്പരം എന്ത് ചെയ്യപ്പെടാം എന്നാ പറയുന്നത്? ഒത്തുചേരാം. മാത്രമല്ല എ സിംഗിൾ അതിനാൽ അതിന് അർത്ഥശൂന്യത ഉണ്ടാകുന്നു എന്ന നിലയ്ക്കാണ്. അതായത് അദ്ദേഹം ഇത്ര മനസ്സിലാക്കിയാൽ ജോൺ സ്കോട്ട് 2001 ഏത് തിയറിയെ വിമർശിച്ചു? ക്ലാസിക്കൽ എലൈറ്റ് തിയറിയെ വിമർശിച്ചു. മാത്രമല്ല he argued that power should be understood dynamically based on its actual effect. അധികാരം അതിന്റെ യഥാർത്ഥ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർവചിക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിച്ചു. ജോൺ സ്കോട്ട് എന്താ വാദിച്ചത്? He argued that power should be understood dynamically based on actual effect. അധികാരം അതിന്റെ യഥാർത്ഥ ഫലങ്ങളുടെ ആക്ച്വൽ ഇഫക്റ്റ് എന്ന യഥാർത്ഥ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർവചിക്കേണ്ടത് എന്ന് വാദിച്ചു? ജോൺ സ്കോട്ട് വാദിച്ചു. മാത്രമല്ല റിയൽ സോഷ്യൽ പവർ ലൈസ് ഇൻ ദ കോൺഷ്യസ് എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉദ്ദേശപൂർവ്വം നടത്തുന്ന ശ്രമമാണ് യഥാർത്ഥ സാമൂഹിക അധികാരം. റിയൽ സോഷ്യൽ പവർ ലൈസ് ഇൻ ദ കോൺഷ്യസ് എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. എന്താണ്? മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉദ്ദേശപൂർവ്വം നടത്തുന്ന ശ്രമമാണ് യഥാർത്ഥത്തിലുള്ള സാമൂഹിക അധികാരം എന്നും ആര് പ്രസ്താവിച്ചു? ജോൺ സ്കോട്ട് പ്രസ്താവിച്ചു. Hence, elite should be defined not status or ability but their real or potential capacity to exercise power. അതുകൊണ്ട് തന്നെ എലൈറ്റ് എന്നത് പദവി, സ്റ്റാറ്റസ് അല്ലെങ്കിൽ എന്താണ്? കപ്പാസിറ്റി, കഴിവ്. അപ്പൊ എലൈറ്റ് എന്നത് എന്താണ്? സ്റ്റാറ്റസ് ഓർ എബിലിറ്റി കേട്ടോ. അതുകൊണ്ട് എലൈറ്റ് എന്നത് പദവി അല്ലെങ്കിൽ കഴിവ് അടിസ്ഥാനമാക്കിയല്ല, അധികാരം പ്രയോഗിക്കാനുള്ള യാഥാർത്ഥ്യമോ സാധ്യതയുള്ളതോ ആയ ശേഷിയുടെ അടിസ്ഥാനത്തിലാണ് നിർവചിക്കേണ്ടത്. എലൈറ്റിനെ എങ്ങനെ നിർവചിക്കണം എന്നാ പറയണത്? സ്റ്റാറ്റസ് നോക്കിയിട്ടോ എബിലിറ്റി നോക്കിയിട്ടോ അല്ല എലൈറ്റിനെ നിർവചിക്കേണ്ടത്. അധികാരം പ്രയോഗിക്കാനുള്ള യാഥാർത്ഥ്യമോ സാധ്യതയുള്ളതോ ആയ ശേഷിയുടെ അടിസ്ഥാനത്തിൽ. ഒരിക്കലും എലൈറ്റിനെ നിർവചിക്കേണ്ടത് സ്റ്റാറ്റസും എബിലിറ്റിയും നോക്കിയല്ല,
പിന്നെ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കപ്പാസിറ്റി, റിയൽ ഓർ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അധികാരം പ്രയോഗിക്കാനുള്ള യാഥാർത്ഥ്യം, കഴിവോ സാധ്യതയോ നോക്കിയിട്ടാണ് എലൈറ്റിനെ നിർവചിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും എലൈറ്റിനെ സ്റ്റാറ്റസ് നോക്കിയിട്ടും എബിലിറ്റി നോക്കിയിട്ടും അല്ല നിർവചിക്കേണ്ടത്. അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി നോക്കിയിട്ടാണ് എലൈറ്റിനെ നിർവചിക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? ജോൺ സ്കോട്ട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ since power always exists between those who exercise it and those subjected to it, അധികാരം എപ്പോഴും പ്രയോഗിക്കുന്നവരും അതിന് വിധേയരാകുന്നവരും എന്ന രണ്ട് പക്ഷങ്ങൾക്കിടയിലാണ് നിലനിൽക്കുന്നത്. Since power always exists between those who exercise it, those subject to it, power relation are inherently asymmetrical and conflictual. അപ്പൊ എന്താ പറയുന്നത്? അധികാരം എപ്പോഴും പ്രയോഗിക്കുന്നവരും അതിന് വിധേയരാകുന്നവരും എന്ന രണ്ട് പക്ഷങ്ങൾക്കിടയിലാണ് എന്ത് നിലനിൽക്കുന്നത്? അധികാരം നിലനിൽക്കുന്നത്. അതിനാൽ അധികാര ബന്ധങ്ങൾ അസന്തുലിതവും സംഘർഷരൂപവുമാണ്. അസിമെട്രിക്കൽ ആൻഡ് കോൺഫ്ലിക്റ്റൽ പറഞ്ഞാല് അസംഘടിതവും പിന്നെ കോൺഫ്ലിക്റ്റലുമാണ്. അധികാരം എപ്പോഴും പ്രയോഗിക്കുന്നത് അതിന് വിധേയരാകുന്നവരും എന്ന രണ്ട് പക്ഷങ്ങൾക്ക്, അധികാരം പ്രയോഗിക്കേണ്ടത് അതിന് വിധേയരാകുന്നവരും അതേപോലെ തന്നെ രണ്ട് രീതിയിലാണ് അത് നിലനിൽക്കുന്നത്. Since power always exists between those who exercise it and those subjected to it, power relation are inherently asymmetrical and conflictual. അധികാരം എപ്പോഴും പ്രയോഗിക്കുന്നവരും അതിന് വിധേയരാകുന്നവരും എന്ന രണ്ട് പക്ഷങ്ങൾക്കിടയിലാണ് നിലനിൽക്കുന്നത്. അധികാരം നിലനിൽക്കുന്നത് അത് പ്രയോഗിക്കുന്നവരും അതിന് വിധേയരാകുന്ന എക്സസൈസ് അത് പ്രയോഗിക്കുന്നവരും അതിന് വിധേയരാകുന്നവരും എന്ന നിലയ്ക്കാണ്. അതിനാൽ അധികാര ബന്ധങ്ങളിൽ എന്തുണ്ടായിരിക്കും? അസിമെട്രിക്കൽ, അസന്തുലിതവും സംഘർഷപരവുമാണ്. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് അസിമെട്രിക്കലുമാണ്, കോൺഫ്ലിക്റ്റലുമാണ്. Therefore, elite theory with its emphasis on hierarchy and power relation. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് തിയറി പദവിക്രമത്തെയും സാമൂഹിക അധികാര പ്രയോഗത്തെയും മുൻനിർത്തുന്ന എലൈറ്റ് സിദ്ധാന്തം അടിസ്ഥാനമായ ഒരു സംഘർഷ സിദ്ധാന്തം തന്നെയാണ്. Therefore, elite theory with emphasis on hierarchy and power relation is essentially a conflict theory. അതുകൊണ്ട് തന്നെ എലൈറ്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്? പദവിക്രമത്തെയും സാമൂഹിക അധികാര പ്രയോഗത്തെയും ഹൈറാർക്കിയെയും പവർ റിലേഷൻ അതേപോലെ അധികാര പ്രയോഗത്തെയും മുൻനിർത്തുന്ന എലൈറ്റ് സിദ്ധാന്തം അടിസ്ഥാനപരമായിട്ട് എന്ത് ഒരു കോൺഫ്ലിക്റ്റ് തിയറി തന്നെയാണ്. അപ്പോ അധികാരം എപ്പോഴും പ്രയോഗിക്കേണ്ടത് അതിന് വിധേയമാകുന്നവരും അതേപോലെ തന്നെ എപ്പോഴും പ്രയോഗിക്കുന്നവരും അതിന് വിധേയമാകുന്നവരും എന്ന നിലയിലാണ് ഏത് പ്രയോഗിക്കേണ്ടത്? അധികാരം പ്രയോഗിക്കേണ്ടത്. അതിനാൽ അധികാര ബന്ധങ്ങൾ എപ്പോഴും എന്തായിരിക്കാം? അസിമെട്രിക്കലും ആവാം, കോൺഫ്ലിക്റ്റലും ആവാം, അസന്തുലിതവുമാവാം, സംഘർഷഭരിതവുമായിരിക്കാം. അതുകൊണ്ട് പദവിക്രമത്തെയും സാമൂഹിക അധികാര പ്രയോഗത്തെയും മുൻനിർത്തുന്ന ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി, അതായത് സംഘർഷ തിയറി. എപ്പോഴത്തെ കാലഘട്ടത്തിലെ പുതിയ
പ്രവണതകൾ എന്നൊക്കെ പറയും. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സംഘർഷ തിയറിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പ്രസ്താവിക്കുന്നത്. റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി. അപ്പോൾ ശ്രദ്ധിക്കൂ, റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി എന്ന ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി എംഫസൈസ് the cultural construction of institution and focus more on relational structures rather than fixed institutional arrangement. അതായത് കോൺഫ്ലിക്റ്റ് സിദ്ധാന്തത്തിലെ പുതിയ പ്രവണതകൾ സ്ഥാപന ഘടനകളേക്കാൾ സാംസ്കാരിക നിർമ്മിതികളെയും ബന്ധപരമായ ഘടനകളെയും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് തിയറിയിലെ പുതിയ പ്രവണതകൾ, അതായത് റീസെന്റ് ട്രെൻഡ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി പറഞ്ഞാല് പുതിയ കാലഘട്ടത്തിലെ കോൺഫ്ലിക്റ്റ് തിയറി എന്തിനെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത്? സാംസ്കാരിക നിർമ്മിതികളെയും അതേപോലെ തന്നെ പിന്നെ എന്തിനെയാണ്? ബന്ധപരമായ ഘടനകളെയും. ദ റീസെന്റ് ട്രെൻഡ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി എംഫസൈസ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ. കൾച്ചറൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാംസ്കാരിക നിർമ്മിതികളെയും അതേപോലെ തന്നെ institution and focus more rational structures rather than fixed institutional arrangement. അതായത് റീസെന്റ് ട്രെൻഡ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്ഥാപന ഘടനകളെക്കാൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോക്കസിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൾച്ചറൽ കൺസ്ട്രക്ഷനെയും അതേപോലെ തന്നെ പിന്നെ എന്തിനെയാണ്? ബന്ധപരമായിട്ടുള്ള ഘടനകളെയുമാണ്, റേഷണൽ സ്ട്രക്ചേഴ്സിനുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ റീസെന്റ് ട്രെൻഡ്സ് തിയറി ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കൾച്ചറൽ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ റേഷണൽ സ്ട്രക്ചേഴ്സുമാണ്. മാത്രമല്ല ഈ ഒരു മാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മാറ്റത്തിന് വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് മിഷേൽ ഫൂക്കോ. A major influence in this shift മിഷേൽ ഫൂക്കോട്ട്. അതായത് മിഷേൽ ഫൂക്കോട്ടാണ് ഇതിന് ഈ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പൊ റീസെന്റ് ട്രെൻഡ് കോൺഫ്ലിക്റ്റ് തിയറി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കൾച്ചറൽ കൺസ്ട്രക്ഷനും റേഷണൽ സ്ട്രക്ചേഴ്സിനുമാണ്. ഏതിനേക്കാൾ കൂടുതൽ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കൾച്ചറൽ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ റേഷണൽ സ്ട്രക്ചറിനുമാണ്. ഇത് കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആരാണെന്നാ പറയുന്നത്? മിഷേൽ ഫൂക്കോട്ടാണ്. ഹു റീഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് പവർ. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? റീഡിഫൈൻ ചെയ്തു. എന്തിനെ കുറിച്ച്? കൺസെപ്റ്റ് ഓഫ് പവർ എന്ന ആശയത്തെ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? റീഡിഫൈൻ ചെയ്യുകയും വീണ്ടും നിർവചനം നടത്തുകയും അങ്ങനെ unlike traditional view that see power as concentrated in specific group or institution. അതേപോലെ തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞു മിഷേൽ ഫൂക്കോട്ട് ആണ് ഈ ഒരു റീസെന്റ് ട്രെൻഡ് കോൺഫ്ലിക്റ്റ് തിയറിക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഈ മിഷേൽ ഫൂക്കോട്ട് എന്ത് റീഡിഫൈൻ ചെയ്തു? കൺസെപ്റ്റ് ഓഫ് പവർ റീഡിഫൈൻ ചെയ്യുകയും അങ്ങനെ അൺലൈക്ക് ട്രഡീഷണൽ വ്യൂ ദാറ്റ് സീ പവർ ആസ് കോൺസെൻട്രേറ്റഡ് ഇൻ സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ പവർ എന്ന് പറയുന്നത് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു? സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് കേന്ദ്രീകൃതമാവുന്നുണ്ട്? പരമ്പരാഗത അധികാരങ്ങൾ കേന്ദ്രീകൃതമാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ദ ട്രഡീഷണൽ വ്യൂ ദാറ്റ് സി പവർ, പരമ്പരാഗത കാഴ്ചപ്പാടിലെ പവർ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്പെസിഫിക് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലുമാണ് ട്രഡീഷണൽ കാഴ്ചപ്പാടിൽ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്? ഫൂക്കോൾട്ട് ആർഗ്യൂഡ് ദാറ്റ് പവർ ഈസ് ഡിഫ്യൂസ്, പ്രസന്റ് ഇൻ ഓൾ സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് നോട്ട് ആൾവേസ് ഡിസ്ട്രക്റ്റീവ്. അതേപോലെ തന്നെ ഫൂക്കോൾട്ട് ആർഗ്യൂഡ് ദാറ്റ് പവർ ഈസ് ഡിഫ്യൂസ്, പ്രസന്റ് ഇൻ ഓൾ സോഷ്യൽ റിലേഷൻഷിപ്പ്. പവർ എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളിലാണ്, അല്ലാതെ ഒരിക്കലും നോട്ട് ആൾവേസ് ഡിസ്ട്രക്റ്റീവ്, ഒരിക്കലും ഡിസ്ട്രക്റ്റീവിലല്ല
പവർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്, ഒരു സാമൂഹിക റിലേഷൻഷിപ്പിലാണ് പവർ നിലനിൽക്കുന്നത് എന്ന് ആര് വാദിച്ചു? ഫൂക്കോൾട്ട് വാദിച്ചു. അപ്പോ അദ്ദേഹം പവർ എന്ന ആശയം എങ്ങനെയാണ് അദ്ദേഹം പറയാണ് എന്ത്, Foucault argued that power is diffuse, present in all social relationship, not always destruction. പവർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിലാണ് നിലനിൽക്കുന്നത്, അല്ലാതെ ഒരിക്കലും നോട്ട് ആൾവേസ് ഡിസ്ട്രക്റ്റീവ്, അത് ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് അല്ല എന്നാണ് ആര് പറയുന്നത്? ഫൂക്കോൾട്ട് പറയുന്നത്. He introduced the idea of അഭിപ്രായത്തിൽ
belief and value. Often conferring domination and thereby containing conflict and defend. അതായത് പെർസീവ് പവർ വർക്ക് ത്രൂ ഷെയർഡ് ബിലീഫ് ആൻഡ് വാല്യൂ. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർസീവ് പവറിലൂടെ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുക? എന്താണ് അവിടെ ഷെയർ ചെയ്യുക? ബിലീഫ് ആൻഡ് വാല്യൂസ്. ബിലീഫ് പറഞ്ഞാൽ എന്താണ്? വിശ്വാസങ്ങളും മൂല്യങ്ങളുമാണ് ഏതിൽ വരുന്നത്? പെർസീവ് പവറിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പോ വിശ്വാസങ്ങളും മൂല്യങ്ങളുമാണ് ഏതിൽ വരുന്നത്? പെർസീവ് പവറിൽ വരിക. അതുകൊണ്ട് തന്നെ അത് ഓഫ്റ്റൻ കോൺഫിലിംഗ് ഡോമിനേഷൻ ആൻഡ് ദെയർബൈ കണ്ടെയ്നിങ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫെൻഡ്. അത് അപ്പോ പെർസീവ് ഇൻഫ്ലുവൻസിലൂടെ കൂട്ടായ വിശ്വാസങ്ങളിലൂടെയും മൂല്യങ്ങളിലൂടെയും പ്രവർത്തിച്ച് ആധിപത്യത്തെ എന്ത് ചെയ്യുന്നു? ഡോമിനേഷനെ ഒഴിവാക്കുകയും അതുവഴി സംഘർഷത്തെയും ഭിന്നാഭിപ്രായത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പെർസീവ് പവറിലൂടെ ബിലീഫും വാല്യൂസും ഉപയോഗിച്ചിട്ട് എന്തില്ലാതാക്കുന്ന പറയുന്നത്? കോൺക്ലീനിങ് ഡോമിനേഷൻ, ആധിപത്യത്തെ ഇല്ലാതാക്കുകയും അതുവഴി എന്തും ഇല്ലാതാക്കാൻ കഴിയും? കോൺഫ്ലിക്റ്റും സംഘർഷവും ഭിന്നാഭിപ്രായങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. ഇപ്പൊ പെർസീവ് പവർ ഉപയോഗിക്കുന്നതിലൂടെ മൂല്യങ്ങളും വിശ്വാസവും നേടിയെടുക്കും. അതിലൂടെ എന്തില്ലാതാക്കാൻ കഴിയും? ഡോമിനേഷൻ ഇല്ലാതാക്കാൻ കഴിയും. മാത്രല്ല കോൺഫ്ലിക്റ്റും അതേപോലെ തന്നെ അതുവഴി സംഘർഷത്തെയും ഭിന്നാഭിപ്രായത്തെയും ഇല്ലാതാക്കാനും സാധിക്കും. ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടം റീസെന്റ് ട്രെൻഡ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ട്രെൻഡ് ഇൻ കോൺഫ്ലിക്റ്റ് തിയറി രണ്ടാളുകളാ പറയുന്നത്. ആദ്യത്തേല് ആരാ പറയുന്നത്? ഈ